നൈജീരിയ എന്ന രാജ്യം ഏകദേശം 50% മേലെ ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യമാണ്. ആ സ്ഥലങ്ങളിൽ ഇപ്പോൾ അടുത്തായിട്ട് ബോക്കോ ഹറാം എന്ന ഒരു ഇസ്ലാമിക തീവ്രവാദ സംഘടന ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കുകയാണ്. ഏകദേശം 2020 ശേഷം ഓരോ വർഷവും 10,000-നും 20,000-നും ഇടയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട കത്തോലിക്കരുണ്ട്, പന്തക്കുസ്ത എല്ലാ വിഭാഗക്കാരെയും കൊന്നൊടുക്കുന്ന ഒരു സംഭവമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ട്രെൻഡ് തന്നെ ആഫ്രിക്കയിൽ തന്നെ മറ്റു രാജ്യങ്ങളായ കോങ്കോയിലും സുഡാനിലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവിടെയും ISISന്റെ ഒക്കെ പ്രസൻസ് ഉണ്ട്. അവർക്ക് ഏകദേശം ഒരു ചെറിയ അത്താണിയായിട്ട് ലഭിക്കുന്നത് ഇടയ്ക്ക് ട്രംപ് പോലെയുള്ള ഒരാൾ അമേരിക്കയിൽ ഇരിക്കുമ്പോൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഇവരുടെ താവളങ്ങളിൽ ISISന്റെയോ അൽഖയ്ദയുടെയോ താവളങ്ങളിൽ ചെന്ന് ബോംബ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ സംഭവിക്കുന്നത്. പിന്നെ കോവർട്ട് ആക്ഷൻസ് ആയിട്ട് അമേരിക്കൻ മിലിറ്ററി ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ആഫ്രിക്കയിലൊക്കെ ഒരു 2 ഹമ്മർ അല്ലെങ്കിൽ ഒരു 5-8 പട്ടാളക്കാർ പോകുന്ന ഓരോ മിഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അത് രഹസ്യമായിട്ട് അത് അത്ര വലിയൊരു മിഷൻസ് അല്ല നടക്കുന്നത്. തിരിച്ച് നമ്മൾ നൈജീരിയയിൽ വരുമ്പോൾ അവിടെയുള്ള വിഷയം കത്തോലിക്ക സഭയും ക്രിസ്ത്യാനികളും ഒക്കെ അവിടെയുള്ള ഇസ്ലാമിക വിഭാഗത്തിന് വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിക്കുന്നു. ഇസ്ലാമിക പഠനങ്ങൾക്ക് അപ്പുറമായിട്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്തുള്ള വിദ്യാഭ്യാസം. നൈജീരിയ ഒരു കറുത്തവർഗക്കാരുടെ ആഫ്രിക്കൻ ഇതാണെങ്കിൽ പോലും അവിടെ നിന്ന് ഒട്ടനവധി ജനങ്ങൾ പുറത്തുപോയി വളരുന്നവരുണ്ട്, ഈ കറുത്തവർഗക്കാര്. അപ്പോൾ ഈ വിദ്യാഭ്യാസം കൊടുത്താല് ആ ഒരു ബന്ധനത്തിൽ നിന്നും ഡെലിവറൻസ്, അവർക്ക് ലിബറേറ്റ് ആകും എന്നുള്ളതാണ് ഈ ഇസ്ലാമിക വിഭാഗത്തിന്റെ ഭയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരെ പലസ്തീനിൽ വരുമ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച കണക്കുകൾ എന്ന് പറയുന്നത് 10,000-നും 20,000-നും ഇടയിലെ ക്രിസ്ത്യാനികളെയാണ് മുസ്ലിം തീവ്രവാദികൾ അവിടെ കൊല്ലുന്നത്. നമ്മൾ പലസ്തീന് വേണ്ടി നമ്മുടെ കേരളത്തില് ഒട്ടനവധി വാർത്താ മാധ്യമങ്ങള്, രാഷ്ട്രീയക്കാര്, സാമൂഹ്യ സംഘടനകൾ തൊട്ട് തേലക്കാടൻ അച്ഛൻ വരെ പ്രതിഷേധിച്ചു. അവിടെ കൊല്ലപ്പെട്ടത് 65,000-നും 70,000-നും ഇടയിലെ ആൾക്കാരാണ്. അവര് ഒരു 1,200 ആൾക്കാരെ ഒക്ടോബറിൽ 2023 കൊന്നതിന്റെ ഫലമായിട്ട് 2 വർഷത്തിൽ കൊന്നത് 70,000 ആൾക്കാരെയാണ്. അത് വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ ഈ നൈജീരിയയിൽ അതിലും കൂടുതൽ ആൾക്കാരായിട്ട്, ഇത് ഇന്നൊന്നിൽ തുടങ്ങിയതല്ല, മുമ്പും ഇപ്പൊ ബാരക് ഹുസൈൻ ഒബാമ, അദ്ദേഹത്തിന്റെ പിതാവ് കെനിയക്കാരനാണ്, അമ്മ മാതാവ് വെള്ളക്കാരിയാണ്. അദ്ദേഹം എല്ലാ വെള്ളക്കാരുടെ സുഖലോൽപതയിലും ഇവിടെ ജീവിച്ച് വളർന്നാലും അദ്ദേഹം കറുത്തവർഗക്കാരനാണെന്ന് അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ ലിബറൽ ചിന്താഗതി. അദ്ദേഹം സ്വയം പറയുന്നത് അദ്ദേഹം ഒരു ഇവാഞ്ചലിക്കലാന്ന. പക്ഷെ ക്രിസ്ത്യാനികളെ എവിടെ കൊല്ലാൻ അവസരം കിട്ടി അദ്ദേഹം അത് കണ്ണടച്ചു കൊടുക്കുക. കാരണം ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഒരു അധികാരം ഉപയോഗിച്ച് അദ്ദേഹം ഒരിക്കലും ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ വേണ്ടി നിന്നിട്ടില്ല. അതിപ്പോ സിറിയ എന്നുള്ള ക്രിസ്ത്യൻ അഭയാർത്ഥി ഇവിടെ വന്നാൽ അവരെ ഓടിച്ചിട്ട് മുസ്ലിങ്ങളെ അങ്ങോട്ട് കയറ്റുന്ന ഒരു ചിന്താഗതിയായിരുന്നു. ആ കാര്യത്തിനൊക്കെ ഇപ്പൊ മാറ്റം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ നൈജീരിയയിൽ അന്നും കൊലപാതകങ്ങൾ നടന്നിരുന്നു. ബാരക് ഒബാമ അന്ന് ഒരു 250 കുട്ടികളെയായിട്ട് തട്ടിക്കൊണ്ടുപോയി ഈ ബോക്കോ ഹറാം. എന്നിട്ട് ഇറ്റിങ്ങളൊക്കെ കൊല്ലലും പീഡനവും ബലാത്സംഗവും അതാണ് അതിന്റെ സ്ഥിതി. ഇനി ഞാൻ കേരളത്തിൽ വരാം. കേരളത്തിൽ തേലക്കാടച്ചൻ വളരെ ഇതുമായിട്ട് ഈ പറഞ്ഞ ഇസ്ലാമിക വിഭാഗത്തോടൊപ്പം അവിടെ തന്നെ ഈ അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി മുസ്ലിം ലീഗിന്റെ, പിന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ വളരെ സ്വാധീനമുള്ള ഇസ്ലാമിക നേതാവാണ്. ഒപ്പം തന്നെ ഒട്ടനവധി ഇതുകൾ. അപ്പൊ തേലക്കാടൻ അച്ഛൻ പലസ്തീൻ വിഭാഗത്തിന് വേണ്ടി നിന്നപ്പോ ക്രിസ്തീയ വിഭാഗത്തിന് വേണ്ടി നിൽക്കരുത് എന്ന് ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രബോധനം ഉണ്ടോ എന്ന് അച്ഛൻ ക്രിസ്ത്യാനികളോട് പറയണം. കേരളത്തിലെ ക്രിസ്ത്യാനിയാണ്, നമ്മൾ മലയാളമാണ് സംസാരിക്കുന്ന ഭാഷ. അപ്പൊ കേരളമാണ് അച്ഛന്റെ വിളനിലം. ഇപ്പൊ ഞാൻ സംസാരിച്ചാലും മലയാളികളാണ് കേൾക്കുന്നത്, അത് ലോകം മുഴുവനുള്ള മലയാളികളെ കേൾക്കുന്നത്. അച്ഛൻ പറയണം ക്രിസ്ത്യാനികളെ രക്ഷിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഈ പലസ്തീനിൽ കണ്ട ക്രൂരത എന്ന് അച്ഛൻ വിശേഷിപ്പിക്കുന്ന ഈ ക്രൂരതയെക്കാളും വലിയ ക്രൂരതയാണ് നൈജീരിയയിലും കോങ്കോയിലും സുഡാനിലും ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്നത്. ഇനിയിപ്പോൾ അച്ഛനോട് ഈ പലസ്തീൻ വിഷയത്തിന് അച്ഛൻ മുന്നിട്ട് നിന്ന് അവരുടെ വേഷം ഇട്ടു, ആ ലോഹയ്ക്കുള്ള വില പോലും കൊടുക്കാതെ ക്രിസ്ത്യാനി താങ്കളെ ബഹുമാനിക്കുന്നതിന്റെ അവർ വേഷമിട്ട് നിന്ന് അവരോടൊപ്പം നിന്ന് ക്രൂശിതനായ യേശു ക്രിസ്തുവിന്റെ അതേ പീഡനമാണെന്ന് പറഞ്ഞ് അതിലും വലിയ പീഡനമാണ് നൈജീരിയയിൽ ഇത് ചെയ്യുന്നത്. പിന്നെ ഈ പാലസ്തീനിലെ കഥ എന്ന് പറയുമ്പോൾ അച്ഛ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. പലസ്തീനികൾ, ഹമാസും പലസ്തീനികളും തീവ്രവാദികളും ടണലുണ്ടാക്കി, അവർക്ക് ടണലുണ്ടാക്കാനുള്ള പൈസ അറബിയുടെ എണ്ണപ്പണത്തിൽ നിന്ന് കിട്ടി ടണലുണ്ടാക്കി അവരെ ഒളിച്ചെന്നിട്ടാണ് അവരുടെ പരിപാടി. അപ്പൊ അവർക്ക് അങ്ങനൊരു തട അവിടെയുണ്ട്.
ഈ ഈ പ്രശ്നത്തിന്. തന്നെയല്ല അവർ പറയുന്നത് ഈ ഭൂമിയിലെ എല്ലാ ജൂതനെയും കൊന്നതിന് ശേഷമാണ് 1400 വർഷം മുമ്പ് നബി തുടങ്ങി വെച്ച യുദ്ധം അവസാനിപ്പിക്കുള്ളൂ എന്നാണ്. അച്ഛനത് സമ്മതിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അച്ഛനിൽ നിന്ന് കേൾക്കണം. എല്ലാ ജൂതനെയും കൊന്നതിന് ശേഷം. അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യ സർക്കാരൊക്കെ അത് അവിടെ 2023 അവിടെ ഒക്ടോബർ 7 ആക്രമണം നടന്നപ്പോൾ തന്നെ ശ്രീമാൻ നരേന്ദ്രമോദി വന്ന് പറഞ്ഞു ഇസ്രായേലിനോടൊപ്പം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അത് എന്തോ ആവട്ടെ, അത് രാഷ്ട്രീയമായിട്ട കാര്യങ്ങൾ. അപ്പൊ അച്ഛൻ അതിനെ ആ എല്ലാ ജൂതനെയും കൊന്നതിന് ശേഷം ആയാലും ഇവര് ഇത് ചെയ്യണമെന്നാണോ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? ഒപ്പം തന്നെ ഇനിയിപ്പോ ഈ ഇസ്രായേൽ എന്ന രാജ്യം അവിടെ പാടില്ല എന്നാണ് അവരുടെ നയം. നമ്മൾ എത്രയൊക്കെ തേച്ച് മിനിക്ക് സുഖിപ്പിച്ച് കൊണ്ടുവന്നാലും സമാധാനത്തിന്റെ മതം എന്നൊക്കെ പറഞ്ഞാലും ഇതാണ് ഇതിന്റെ വിഷയം, ആശയം ഇതാണ്. അച്ഛൻ അതിനോട് ഇത് ചെയ്യുന്നുണ്ടോ? അതിനെ നൈജീരിയയിലെ ക്രിസ്ത്യാനികളുമായിട്ട് തട്ടിച്ചു നോക്കാനായിട്ട് അച്ഛൻ ഒന്ന് ഇത്തിരി ശ്രമം നടത്തുമോ? ഇനിയിപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം അവർക്ക് വിട്ടുകൊടുത്തു എന്ന് വിചാരിക്കും. ഇപ്പം ലബനനിലെ കത്തോലിക്കര്, ലബനനിലൊക്കെ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു വെച്ചാൽ. സിറിയ, ഈജിപ്ത് ഈ പ്രദേശമൊക്കെ ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. തല്ലിയും കൊന്നും വെട്ടിയും നശിപ്പിച്ചും ഭീഷണിപ്പെടുത്തും ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയൊക്കെ നടത്തി വെട്ടിപ്പിടിച്ചതാണ്. നേർവഴിയല്ല, ഖുറാനും കൊണ്ടുപോയി അല്ല അവർ പിടിച്ചത്. അവർ പിടിച്ചത് വെട്ടിയും കൊന്നുമാണ്. നമ്മുടെ നാട്ടിലും ടിപ്പു സുൽത്താനൊക്കെ കാണിച്ച മാതിരി. അപ്പം ഇനിയിപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ അങ്ങോട്ട് കൊടുത്തു എന്ന് വിചാരിക്കും. എന്ത് സംഭവിച്ചു? അവർ ഷീയും സുന്നിയെന്നും പറഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് തല്ലി രക്തപ്പുഴ ഒഴുക്കും. തമ്മിലായിട്ട് അങ്ങോട്ട് രക്തപ്പുഴ ഒഴുക്കും. അതാണ് അവർ ചെയ്യാൻ പോകുന്നത്. അച്ഛൻ്റെ അറിവിലേക്ക് അച്ഛൻ വേണം ഇതൊക്കെ ഒന്ന് സംഹരിച്ച് പഠിച്ച് പ്രായവും ഇതൊക്കെ ഈ ജ്ഞാനം, ഒരു വൈദികന് ജ്ഞാനം എന്ന് പറയും, ദൈവിക ജ്ഞാനം അച്ഛൻ ഉപയോഗിക്കണം. ഞാൻ വളരെ നേരെയുള്ളതോടുകൂടി അച്ഛനോട് ഇത് പറയുന്നത്. ആ ദൈവിക ജ്ഞാനം വൈദികന്റെ നാവിൽ നിന്നും ജ്ഞാനം വരുന്നു എന്നൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അച്ഛാ. തന്നെയല്ല, വേറൊരു ഇത്, കള്ളൻ വരുന്നത് കക്കാനും മോഷ്ടിക്കാനും കൊല്ലാനും രക്തപ്പുഴ ഒഴുകാനാണെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അത് അച്ഛൻ എവിടെ കാണുന്നത്? ഇസ്ലാമിലാണോ ക്രിസ്ത്യാനിയിലാണോ കാണുന്നത്? അച്ഛൻ ചിന്തിക്കണം. ഇനിയിപ്പോൾ അച്ഛൻ്റെ കാര്യം പറഞ്ഞത് അച്ഛൻ അങ്ങനെ ഒരു ഇത് വേണമെങ്കിൽ മുൻപത്തൊന്ന് പോവാട്ടെ. മുനമ്പത്ത് പോകുമ്പോൾ നൈജീരിയ വിഷയമായിട്ട് മുനമ്പത്ത് അല്ല, എന്നിട്ട് ഒരു അച്ഛൻ സ്റ്റേജ് ഇട്ട് പ്രസംഗിച്ചല്ലോ ഇവരുടെ കൂടെ ഇരുന്നിട്ട്. ബാക്കിൽ രണ്ടത്താണി ഇരിപ്പുണ്ട്, ലീഗ് ഇരിപ്പുണ്ട്, അവരൊക്കെ വിളിക്കാം. ഇനി നമുക്ക് നൈജീരിയക്ക് വേണ്ടി പോവാം. നൈജീരിയയിൽ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ ഇസ്ലാമിക തീവ്രവാദികൾ കൊള്ളുന്നു. എല്ലാവരും രണ്ടത്താണി, കുഞ്ഞാലിക്കുട്ടി എല്ലാവരും വിളിക്കുക. എല്ലാവരും എല്ലാ മനുഷ്യ സ്നേഹികളായ എല്ലാവരും വിളിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അച്ഛൻ അവിടെ നടത്തുക. കാരണം അവിടെ കഷ്ടാച്ചാ. 610 കുടുംബങ്ങളുടെ കാര്യം വളരെ കഷ്ടം. മുനമ്പത്ത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ് ഈ ശരീഅത്ത് നിയമം കൊണ്ടുവന്ന് വക്കഫിട്ട് പൂട്ടി വെച്ചേക്കണം. അച്ഛൻ ഒന്ന് ഇറങ്ങണം ഈ കേസിൽ. മുനമ്പത്ത് ഇറങ്ങണം. അവിടെ വരുമ്പോൾ നൈജീരിയ ഇവരൊക്കെ വിളിക്കും, കുഞ്ഞാലിക്കുട്ടീനും മീഡിയ വണ്ണിനെയും മറ്റേ ഹൈദരാലി തങ്ങള്, ഷിഹാബ് തങ്ങളുടെ ഹൈദരാലി തങ്ങളോ സാദിഖ് അലി തങ്ങള്, ആ സാദിഖേട്ടൻ മറ്റേ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു. തുർക്കിയിൽ മറ്റേ എന്നിട്ട് പള്ളിയാ, ആ പള്ളിയുടെ പേര് പറഞ്ഞു പോയി. 1500 വർഷം മുമ്പുള്ള നബിയേക്കാൾ മുമ്പുള്ള പള്ളി തുർക്കിയിലെ എർഡോഗൻ പിടിച്ച് മുസ്ലിം പള്ളിയാക്കി. ഇപ്പൊ നന്നായി എന്ന് പറഞ്ഞ സാദിഖ് ചേട്ടൻ അയാളെയും വിളിക്കും മുനമ്പത്തേക്ക്. അപ്പൊ അച്ഛൻ ഇതൊക്കെ ഒന്ന് ഇത് അച്ഛൻ അവരുടെ കൂടെ നിന്നോ? പക്ഷെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി അച്ഛന് ഇത്ര സ്വാധീനമുള്ള ഒരാൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിന്നൂടെ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഇനി ഇതിനോടൊപ്പം ഞാൻ അച്ഛനോടൊപ്പം കൂട്ടിച്ചേർക്കുന്ന മീഡിയ വൺ പാലസ്തീനിൽ, അതായത് അവര് ഒരു ഇത് മതേതരത്വത്തിൻ്റെതാണല്ലോ. അപ്പൊ ചൂര കൗൺസിലിലെ മെമ്പറായ ഈ ദാവൂദ് സാഹിബ് ഇപ്പൊ അവിടുത്തെ വെടി നിർത്തലായി. ഇനിയിപ്പോ പാലസ്തീൻ തീർന്നു, ഹമാസും തീർന്നു, പാലസ്തീനിലെ സമാധാനമായി അവിടെ. ഇനി നൈജീരിയ ക്രിസ്ത്യാനികളെ പറ്റി ഒന്ന് പറയാമോ ദാവൂദ് സാഹിബേ? ആ കാഫിറായ പ്രമോദരാമനെയും കൂടി വിളിച്ചിട്ട് പറയോ? ഞാൻ എല്ലാവരോടും ഓരോ വ്യക്തികളുടെ പേരെടുത്ത് പറയണത് ഇത്ര നാളും പാലസ്തീൻ വിഷയം പറഞ്ഞ ഇത്. ഞാനൊരു ചെറിയ യൂട്യൂബറാ, സമ്മതിച്ചു, നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാ. പക്ഷെ നൈജീരിയയിൽ അതിലും കൂടുതൽ ജനങ്ങൾ ക്രിസ്ത്യാനി ആയതുകൊണ്ട് മരിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ദാവൂദ് സാഹിബ് ഇടയ്ക്കിടയ്ക്ക് മീഡിയ വണ്ണിലെ ആ ചർച്ചയിലിരുന്ന് പറയാറുണ്ടല്ലോ, എന്തൊരു ഇതാണ് അവര് നോക്കൂ, 2ാം ലോക മഹായുദ്ധത്തിലും 1ാം ലോക മഹായുദ്ധത്തിലും കാണിക്കാത്ത പോരാളികളെ പോലെയാണ് ഹമാസ് പോരാടുന്നത്, എത്ര ശക്തമാണെന്നൊക്കെ പറയാറില്ലേ. ഞാനിപ്പോ ദാവൂദ് സാഹിബിനെ പറ്റി വലിയ കാര്യമായിട്ട് പറയാത്തതെന്ന് വെച്ചാൽ, ദാവൂദ് സാഹിബ് അങ്ങനെ പറയുന്നതുകൊണ്ട് ഒരു എക്സ് മുസ്ലിം എന്നുള്ള ഒരു വിഭാഗം അവിടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പ്രമോദ് രാമനും ദാവൂദ് സാഹിബും ഷൂറ കൗൺസിലും ഒക്കെ പാടിക്കൂടി. അതുകൊണ്ട് ഞാൻ ദാവൂദ് സാഹിബിനെ അധികം വിമർശിക്കുന്നില്ല. പക്ഷെ ദാവൂദ് സാഹിബ് ഈ വിഷയം ഒന്ന് ഏറ്റെടുത്താൽ
ജനങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും എല്ലാ വിഷയത്തിലും ദാവൂദ് സാഹിബ് ഇടപെട്ടിട്ടുണ്ട്. നൈജീരിയയിലെ ഇസ്ലാമിക തീവ്രവാദം ക്രിസ്ത്യാനികൾക്കെതിരെയുള്ളത്, അതിലും ദാവൂദ് സാഹിബ് ഇടപെട്ടിരിക്കുന്നു എന്തെങ്കിലും വെറുതെ പറയാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. അവിടെ ദാവൂദ് സാഹിബ് പറയുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ഒരു എക്സ് മുസ്ലിം ഫാക്ടറിയാണ് മീഡിയ വൺ, അതുകൊണ്ട് ഞാൻ നിങ്ങളധികം വിമർശിക്കില്ല. അതൊരു എക്സ് മുസ്ലിം ഫാക്ടറി ആയിട്ട് തന്നെ തുടരും. ആ പ്രമോദ് രാമൻ അവിടെ ഇരുത്തിയിട്ട് അങ്ങോട്ട് നടത്താതെ. ഇനി വരുന്നത് നമ്മൾ റിപ്പോർട്ടറിൽ ഒരു മരമുറി മാത്രം കുഴപ്പമില്ല, ബാക്കിയെല്ലാ പ്രശ്നങ്ങളായിട്ട് നടക്കുന്ന ഒരു PhD എടുത്ത ഡോക്ടർ അരുൺകുമാർ. ഇദ്ദേഹം കുതിരപ്പുറത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഡും 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 എന്നൊക്കെ പറഞ്ഞ് ചാടി നടക്കുന്ന അരുൺകുമാർ. അദ്ദേഹത്തിന് എനിക്ക് എപ്പോഴും ഓർമ്മ വരാണെന്ന് വെച്ചാൽ പിണറായി വിജയൻ ബസ് യാത്ര നടത്തി മന്ത്രിമാരെയൊക്കെ വെച്ചിട്ട്. അപ്പൊ ഇദ്ദേഹം ഒരു ഉപഹാരോ എന്തോ ഒരു സമ്മാനമായിട്ട് പിണറായി വിജയന്റെ, അതായത് കമ്മ്യൂണിസ്റ്റാന്നാ പറയണേ, സ്വയം പുരോഗമനവാദ ശാസ്ത്രീയ ഡോക്ടറാണ് ഈ ഡോക്ടർ. ഈ മരം മുറിക്കുന്ന അഗസ്റ്റ്യൻ സഹോദരന്മാരുടെ കൂടെ ചേർന്ന് ഒപ്പം ഒരുമിച്ച് നിന്നിട്ട് പുരോഗമനത്തിന് വേണ്ടിയും പലസ്തീൻ ജനതയ്ക്ക് വേണ്ടി നിൽക്കുന്ന അരുൺകുമാർ. ഈ അരുൺകുമാർ, ഞാൻ ഓർമ്മ വന്നത് പിണറായി വിജയൻ ഒരു ഉപഹാരം കൊണ്ട് കൊടുക്കണ്. അപ്പൊ പിണറായി വിജയൻ ഇങ്ങനെ ഒരു നോട്ടം, ഇത് ഏതായി മുതൽ മൊട്ടയടിച്ച് നടക്കണ്ടില്ല, ഏത് കൂതറ എന്ന് പറഞ്ഞു. അപ്പൊ ആരാ കണ്ട് പറഞ്ഞത്, ഡോക്ടർ വലിയ ഡോക്ടറാന്നൊക്കെ പറഞ്ഞു. സാറേ എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഇയാൾ ഈ ഉപഹാരം കൊണ്ട് പിണറായി വിജയന്റെ കൊടുക്കുമ്പോ പിണറായി വിജയൻ ചിലപ്പോ ഇയാളുടെ കാല് തൊട്ട് വന്ദിക്കുന്ന ഞാൻ വിചാരിച്ചേ. ഒരു മൈൻഡും ഇല്ല. അതാണ് ഈ ഡോക്ടറുടെ സ്ഥിതി. അപ്പൊ ഈ ഡോക്ടർ പലസ്തീന് വേണ്ടി നിന്ന പോലെ, പലസ്തീൻ കേരളത്തിന്റെ ഭാഗമല്ലല്ലോ, അല്ലെങ്കിൽ ഇന്ത്യയുടെയും ഭാഗമല്ല, ഇന്ത്യയുടെ ഇതായിട്ട് നമ്മള് ആ രാജ്യത്തിലെ ജനങ്ങളെ ജൂതന്മാര് കൊന്നു എന്നും പറഞ്ഞ് താങ്കൾ ഘോരം പ്രസംഗിച്ചുല്ലോ. അത് നൈജീരിയയിലെ ഇപ്പൊ അച്ഛനോടും കൂടി ചോദിക്കാം, മുമ്പ് പറഞ്ഞ അച്ഛനോടും കൂടി, അവര് കറുത്തവർഗക്കാരായതുകൊണ്ടാണോ മനുഷ്യരെല്ലാം കണക്കാക്കുന്നേ? അതിലും കൂടുതൽ ജനങ്ങളാണ് എൻ്റെ ഡോക്ടറെ അവിടെ കൊന്നേക്കണ നൈജീരിയയിൽ ക്രിസ്ത്യാനികളായതുകൊണ്ട്. ഇസ്ലാമിക തീവ്രവാദം തെളിച്ച് പറയണട്ടെ, ഇസ്ലാമിക തീവ്രവാദം, ബോക്കോ ഹറാം, അതൊന്ന് വിഷയം മൊട്ടത്തലയൻ അരുൺകുമാർ എടുക്കോ? താൻ എടുക്കില്ല. എവിടെയൊക്കെയോ എന്തൊക്കെയോ ഈ ഫണ്ടിങ്ങിന്റെ പ്രശ്നമുണ്ടോ എന്നൊരു പ്രശ്നം. കാരണം പരസ്യങ്ങൾ, ഇസ്ലാമിക വിഭാഗമാണ് എല്ലാ മാളുകളും വ്യവസായവും കേരളത്തിൽ നടത്തണേ. അപ്പൊ അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും കേട്ടോ, ഇവന്മാരൊന്നും മാറാൻ പോണില്ല. ഇവന്മാർക്ക് അവരുടെ പരസ്യത്തിന്റെ പൈസയാണ് ഇവരുടെ വിഷയം. അല്ലെങ്കിൽ എവിടെ പണമുണ്ടോ അവിടെ സംസാരം, മണി ടോക്സ് എന്ന് പറയും. അതുകൊണ്ട് അരുൺകുമാർ ഒന്നും മാറാൻ പോണില്ല. ഇനിയൊരുത്തൻ വേറെ ഇത് കഴിഞ്ഞിട്ടോ റിപ്പോർട്ടർ ചാനൽ ഇനി 24 പോണേ, ഒരു PP ജെയിംസ് എന്ന് പറഞ്ഞ വളരെ സൗമ്യനും ഇത്. അപ്പൊ ശ്രീകണ്ഠൻ നായർ വിളിക്കുന്നു, ജെയിംസേ എന്തുണ്ട് ജെയിംസേ, ആ ഒക്കെ ശരിയാണ് നായരെ എന്ന് പറയും. ഇനി ജെയിംസ് നേരെ പലസ്തീനിലേക്ക് അങ്ങോട്ട് എത്തും. വളരെ കഷ്ടമാണ് ശ്രീകണ്ഠൻ നായരെ, പലസ്തീനിലെ കാര്യം വളരെ കഷ്ടം നായരെ. ഞാൻ ജനങ്ങളൊക്കെ ആകെ അങ്ങോട്ട് ഒരു ജാതി ഒരു കുണുകുണ വർത്താനാണ് ഈ PP ജെയിംസിന്റെ. അപ്പൊ ജനങ്ങൾ വിചാരിക്കും, ഈ PP ജെയിംസിനോട് ഞാൻ ചോദിക്കട്ടെ, നൈജീരിയയിലെ ക്രിസ്ത്യാനികളെ പറ്റി മിണ്ടാൻ പറ്റുമോ? PP ജെയിംസ്, താങ്കളോട് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. ഇത് ഈ പലസ്തീനിലെ ആൾക്കാർ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരകളായ നൈജീരിയയിലെ, വടക്കൻ നൈജീരിയയില് ബോക്കോ ഹറാം കൊല്ലുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഒരു വർഷം 20,000-ഓളം വെച്ച് നമ്മളിങ്ങനെ കണക്കൂട്ടുമ്പോൾ ലക്ഷങ്ങളാണ് മരിച്ചു വീഴുന്നത് ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ. PP ജെയിംസ് ഒന്ന് ആയിരം ഈ വിഷയം എടുക്കോ? വെറുതെ ചോദിച്ചു പോവാണ്. പിന്നെ എപ്പോഴും ഈ മാമൻ മാപ്പിള മനോരമയിലേക്ക് വരുമേ, അവർക്ക് പറ്റുമോ? അതല്ലെങ്കിൽ കൈരളി ചാനല് പിന്നെ പോട്ടെ, ഏകദേശം മീഡിയ വൺ ലൈനാണ്, കമ്മ്യൂണിസത്തിന് വേണ്ടി നിൽക്കുന്നത്, അവർക്ക് പറ്റുമോ? നിങ്ങളൊക്കെ കറുത്ത വർഗക്കാരായതുകൊണ്ടാണോ നൈജീരിയയെ തഴയുന്നത്? അതല്ലെങ്കിൽ ആഫ്രിക്കയിലെ കോങ്കോ, സുഡാൻ പോലുള്ള പ്രദേശങ്ങളിൽ കൊല്ലപ്പെടുന്ന ക്രിസ്ത്യാനികളെ പറ്റി എന്തുകൊണ്ട് മനുഷ്യരായിട്ട് കണക്കാക്കുന്ന നിങ്ങൾ പലസ്തീനെ പറ്റി പറഞ്ഞുല്ലോ, നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ഇനിയിപ്പോൾ ഞാൻ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ABC മലയാളം ഉണ്ട്, മാത്യു സാമുവലുണ്ട്, മറുനാടൻ ഉണ്ട്, ഇവർക്കൊക്കെ പറയാം. ഇവരൊക്കെ പാലസ്തീൻ വിഷയം വെച്ചിട്ട് നല്ല കാശ് പുത്തനടിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ട്. പാലസ്തീൻ ഹമാസ് വിഷയം വെച്ചിട്ട് നല്ല പുത്തനടിച്ചിട്ടുണ്ടാക്കിയ ആൾക്കാരാ. നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ ഈ വക വിഷയങ്ങളെ പറ്റി കൈകാര്യം ചെയ്യാനുള്ള ഒരു ചെറിയ ഇത്? മനുഷ്യർ തന്നെയല്ലേ നൈജീരിയയിലെ, എണ്ണത്തിലും ഇത് തന്നെയല്ലേ? വെട്ടിയും കൊല്ലണ്ട്, തോക്ക് വെടിവെച്ചും കൊല്ലണ്ട് ബോക്കോ ഹറാം ക്രിസ്ത്യാനികളെ. വെറുതെ ചോദിച്ചു എന്നുള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് ആ മലയാള ചാനലുകളുടെ എല്ലാം ഒരുവിധം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. തേലക്കാട് അച്ഛൻ തൊട്ട് ഇങ്ങോട്ട് മീഡിയ വൺ തൊട്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സാധിക്കുമെങ്കിൽ നിങ്ങൾ ആ ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് ഞാൻ വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.